നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് പലവിധ കാരണങ്ങളാൽ പോകാൻ കഴിയാതെ അവിടെ തന്നെ കുടുങ്ങിയ നിരവധി പ്രവാസികളുണ്ട്. ഇവർക്ക് നാടണയാനുള്ള ഒരവസരമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് ഇതിന് വഴിയൊരുക്കുന്നത്. ഇഖാമ പുതുക്കാൻ കഴിയാതെയും ഹുറൂബ് ഉൾപ്പെടെ മറ്റ് പ്രതിസന്ധിയിൽപ്പെട്ട് നാട്ടിൽ പോകാതെയും പ്രയാസപ്പെടുന്ന പ്രവാസികളെ ഫൈനൽ എക്സിറ്റിൽ നാട്ടിലേക്ക് അയക്കുന്നതിനായാണ് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് അവസരം നൽകുന്നത്. ഇതിനായി അടുത്ത 2 ദിവസത്തിനകം ഇന്ത്യൻ കോൺസുലേറ്റുമായി ബന്ധപ്പെടണമെന്ന് കോൺസുലേറ്റ് അറിയിച്ചിരിക്കുകയാണ്. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലെ ഫൈനൽ എക്സിറ്റ് വിസ രജിസ്ട്രേഷൻ ഫ്രം എന്ന ടാഗിൽ വ്യക്തിയുടെ വിവരങ്ങൾ നൽകി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തിരിക്കണം. സൗദിയിലെ ലോക്ക്ഡൌണിന് മുൻപ് ഈ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്കും കോൺസുലേറ്റുമായി ബന്ധപ്പെടാമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറായ 966561223001 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം വ്യക്തികൾക്കുള്ള സന്ദർശന വിസ കാലാവധി അവസാനിക്കുന്നതിന് 7 ദിവസം മുൻപ് വരെ പുതുക്കാമെന്ന് സൗദി പാസ്പോർട്ട് ജനറൽ ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. സന്ദർശന വിസ എടുത്ത സ്പോൺസറുടെ അബ്ഷിർ അക്കൗണ്ട് വഴി വിസയുടെ കാലാവധി നീട്ടാൻ സാധിക്കും. നടപടിക്രമം പൂർത്തിയാക്കാൻ കാലാവധിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. വിസ കാലാവധി 6 മാസത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കാനും കഴിയില്ല. കാലാവധി അവസാനിച്ച് 3 ദിവസം കഴിഞ്ഞാൽ വിസ പുതുക്കണമെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. വിസ എടുത്ത സ്പോൺസർക്ക് ട്രാഫിക് ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട പിഴയുണ്ടെങ്കിലും അബ്ഷീർ പ്ലാറ്റ്ഫോം വഴി പുതുക്കുന്നതിന് തടസ്സമുണ്ടാവില്ല. അതുപോലെ സ്പോൺസറുടെ ഇഖാമ കാലാവധി അവസാനിച്ചാലും വിസ പുതുക്കാൻ കഴിയുമെന്ന് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, മൾട്ടി വിസിറ്റ് വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് 7 ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോകാതെ വിസ കാലാവധി നീട്ടാൻ സാധിക്കുമെന്ന പ്രചാരണം സൗദി ജവാസാത്ത് നിഷേധിച്ചിട്ടുണ്ട്. മൾട്ടി വിസിറ്റ് വിസ കാലാവധി നീട്ടുന്നതിനായി വിസ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് സൗദിയിൽ നിന്ന് പുറത്തുപോകൽ നിർബന്ധമാണ് എന്നാണ് ജവാസാത്ത് സ്ഥിരീകരിച്ചത്. വിസ കാലാവധി കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടാൽ പിന്നീട് വൈകിയതിനുള്ള പിഴ ഈടാക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ സൗദിയിലെ വിദേശ തൊഴിലാളികളുടെ ഫൈനൽ എക്സിറ്റ് വിസയുമായും റീ എൻട്രി വിസയുമായും മൾട്ടി റീ എൻട്രി വിസയുമായും ബന്ധപ്പെട്ട് പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട ജവാസാത്ത് നൽകിയ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്യാൻ ഒരു വിദേശിയുടെ പാസ്പോർട്ടിൽ ചുരുങ്ങിയത് 60 ദിവസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഫൈനൽ എക്സിറ്റ് വിസ ഇഷ്യൂ ചെയ്താൽ പ്രസ്തുത വിസയിൽ പിന്നീട് 60 ദിവസം കൂടി സൗദിയിൽ കഴിയാം. ഇഖാമ കാലാവധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല. 60 ദിവസത്തിനുള്ളിൽ സൗദിയിൽ നിന്ന് പുറത്തു പോയില്ലെങ്കിൽ പിഴ നൽകേണ്ടി വരും. എക്സിറ്റ് കാലാവധിയും ഇഖാമ കാലാവധിയും അവസാനിച്ചയാളാണെങ്കിൽ പഴയ എക്സിറ്റ് വിസ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആദ്യ ഇഖാമ പുതുക്കേണ്ടതുണ്ട്. അതേസമയം പ്രവാസികൾക്ക് റീ എൻട്രി വിസ നൽകുന്നതിന് പാസ്പോർട്ടിൽ ഏറ്റവും കുറഞ്ഞത് 90 ദിവസം കാലാവധി ഉണ്ടായിരിക്കണം എന്നതാണ് വ്യവസ്ഥ. ഇഷ്യൂ ചെയ്യുന്ന റീ എൻട്രി വിസ കാലാവധി മാസങ്ങളിൽ കണക്കാക്കിയതാണെങ്കിൽ 60, 90, 120 ദിവസങ്ങൾ പോലെ വിസ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 3 മാസത്തിനുള്ളിൽ സൗദി വിട്ടാൽ മതിയാകും. യാത്രാ തീയതി മുതലാണ് വിസയുടെ കാലാവധി കണക്കാക്കുക. എന്നാൽ വിസ ഇഷ്യൂ ചെയ്യുന്നത് ദൈർഘ്യം കുറഞ്ഞ ദിവസത്തേക്ക് പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത തീയതിക്ക് മുൻപായി മടങ്ങുകയോ ആണെങ്കിൽ വിസയുടെ കാലാവധി അത് ഇഷ്യൂ ചെയ്ത തീയതി മുതൽ കണക്കാക്കും. അതായത് ഈ സന്ദർഭത്തിൽ സൗദിയിൽ നിന്ന് പോകാൻ വൈകുന്ന ഓരോ ദിവസവും വിസ കാലാവധിയിൽ നിന്ന് കുറയ്ക്കപ്പെടും. റീ എൻട്രി വിസ നൽകുന്നതിനുള്ള ഫീസ് പരമാവധി 2 മാസത്തെ കാലാവധിക്ക് 200 റിയാലാണ്. അതേസമയം അതിൽ കൂടുതൽ കാലാവധി വേണ്ടവർക്ക് ഓരോ അധിക മാസത്തിനും 100 റിയാൽ അധികം നൽകുന്നതനുസരിച്ച് കൂടുതൽ കാലയളവ് ലഭിക്കും. മൾട്ടി റീ എൻട്രി വിസ നൽകുന്നതിനുള്ള ഫീസ് പരമാവധി 3 മാസത്തേക്കുള്ള മൾട്ടി യാത്രകൾക്ക് 500 റിയാലാണ്. കൂടാതെ ഇഖാമയുടെ വാലിഡിറ്റി കാലയളവിന്റെ പരിധിക്കുള്ളിൽ ഓരോ അധിക മാസത്തിനും 200 റിയാൽ വീതം അധികം നൽകുകയും മൾട്ടി റീ എൻട്രി ഇഷ്യൂ ചെയ്യാം. റീ എൻട്രി വിസ ഇഷ്യൂ ചെയ്ത് മാക്സിമം സമയ പരിധിക്കുള്ളിൽ സൗദി വിടുകയോ വിസ ക്യാൻസൽ ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ 1000 റിയാൽ പിഴ നൽകേണ്ടി വരും. എന്തായാലും പ്രവാസികളെല്ലാവരും ഇക്കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.